കൂടുതൽ റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ 114 വിമാനങ്ങൾ വാങ്ങാനാണ് തീരുമാനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, എന്തുകൊണ്ട് റഫാലിൽ തന്നെ എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. തീരുമാനങ്ങൾ എങ്ങനെയാണ്? 114 വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം, ഒപ്പം ഈ യോഗത്തിലെ മറ്റു തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാറിനാണ് രാജ്യം തയ്യാറെടുക്കാൻ പോകുന്നത്. മൊത്തം 114 റഫാൽ വിമാനങ്ങൾ ഡെസേർട്ട് ഏവിയേഷന് വാങ്ങാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു. അതായത് ഇന്നിപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. 3.25 ലക്ഷം കോടിയുടെ വലിയ ഒരു കരാറിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ കൂടുതൽ ആയുധങ്ങൾ അടക്കം ശക്തിയടക്കം ഇന്ത്യക്ക് ആവശ്യമാണ്. നേരത്തെ തന്നെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ നടന്നതിന് പിന്നാലെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന രാജ്യത്തിന് തീരുമാനം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനമായ റഫാൽ തന്നെ വാങ്ങിച്ചുകൊണ്ട് വ്യോമസേനയ്ക്ക് കരുത്ത് പകരാൻ ഇന്ത്യ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തയാഴ്ച ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഡെസേർട്ട് ഏവിയേഷനും ഒപ്പം ഇന്ത്യയിലെ വിമാന കമ്പനികൾ ചേർന്നായിരിക്കും ഇതിന്റെ നിർമ്മാണം അടക്കം ഉണ്ടാകാൻ പോകുന്നത് വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. 114 18 പൂർണ്ണമായും ഫ്രാൻസ് നിർമ്മിച്ച വിമാനങ്ങളായിരിക്കും. ബാക്കി 96 ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അതായത് ഡെസേർട്ട് ഏവിയേഷന്റെ സഹായത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ രാജ്യത്തിന് മൊത്തം 36 സി വേരിയന്റ് റഫാൽ വിമാനങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ 26 എം വേരിയന്റ് റഫാൽ വിമാനം വാങ്ങാനുള്ള കരാർ ഇന്ത്യ നേരത്തെ ഒപ്പിട്ടതാണ്. പ്രത്യേകിച്ച് 63,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത്. അതിന്റെ ഭാഗമായി വിമാനങ്ങൾ വരാനുണ്ട്. എന്താണെങ്കിലും പ്രതിരോധ മേഖല, വ്യോമയാന മേഖലയ്ക്ക് കൂടുതൽ ശക്തി ആവശ്യമാണ്. പ്രത്യേകിച്ച് വരും കാലഘട്ടം അത് പലതരത്തിലുള്ള യുദ്ധങ്ങളുടെയും ഒക്കെ കാലഘട്ടമാണെന്ന വിലയിരുത്തലൊക്കെയുണ്ട്. പ്രത്യേകിച്ച് ആ പശ്ചാത്തലമുണ്ട്. അതിർത്തിയിൽ പാകിസ്ഥാനുമായി നിൽക്കുന്ന സംഘർഷ സാധ്യതകളുണ്ട്. ചൈന ഒരു ഭീഷണിയായി മാറുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന റഫാൽ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് മേടിച്ച് നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കരാറിലേക്ക് എന്താണെങ്കിലും ഒപ്പിടാൻ പോകുന്നത്. 3.25 ലക്ഷം കോടി രൂപയുടെ കരാർ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ റഫാലുമായിട്ട് ഒപ്പിടും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത്. ശ്രുതി, ശരി. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ റഫാൽ വിമാനങ്ങൾ 114 വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനമാണ് ആയിരിക്കുന്നത്.